കണ്ട ഇവന്റെ ഒരു പഴുതി കണ്ട കടിച്ച് ചവച്ച് നസാക്കി മനസ്സേ. ഒന്നോർത്താ ഈ ദുനിയാവിൽ സകലം അങ്ങാട്ടും ഇങ്ങാട്ടും എത്തിയും ജയിലുമാണ് കഴിക്കുന്നത്. തർക്കമുണ്ടാ എങ്ങാട്ടും വീടാ നല്ല ചോദ്യമായ പോലെ മുത്തമ്മ വീടാ. നിങ്ങളുടെ വീടിന്റെ കൈക്കോശത്ത് എവിടെയാണ് അതവള് മനഃശാസ്ത്രം ഇരിച്ചതാ. ഈ അന്നത്തെ കാലത്തുണ്ടല്ലേ ആൾക്കാരൊക്കെ വേറെ വേറെ നാടക സമിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും, കൂടെ കൂടെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ വന്നപ്പം അഭിനയിക്കാൻ ആളിനെ കിട്ടാണ്ടായി. കിട്ടാതെ വന്നപ്പോഴാണ് ചേട്ടൻ്റെ ഭാര്യ ഞാൻ. അപ്പോൾ ഞാൻ അഭിനയിച്ചില്ല എന്നുള്ള അറിയാൻ പറ്റില്ലല്ലോ. അന്ന് ഞാൻ ഇതുപോലെ ക്ഷീണിച്ചല്ലേ ഇരിക്കുന്നത്. എനിക്ക് പറ്റുന്നൊരു കഥാപാത്രമായിട്ടാണ് ചേട്ടൻ്റെ അമ്മയായിട്ട് ഇവിടെ തന്നെ ഈ വീട്ടിൽ വെച്ച് തന്നെ മരണോത്സവം എന്ന് പറഞ്ഞൊരു നാടകം അഭിനയിച്ചു. ചേട്ടൻ്റെ ഭാര്യ ഞാൻ അഭിനയിക്കുന്നില്ല ആ നാടകത്തിൽ. അത് സ്ത്രീ കഥാപാത്രം കുറവായിരുന്നു, രണ്ടുപേരുണ്ടായിരുന്നു. അപ്പം അഭിനയിച്ചു. അപ്പം വഴക്ക് പറഞ്ഞു, ചേട്ടൻ വഴക്ക് പറഞ്ഞു. ഈ ചായ്പ് വെച്ചാൽ വഴക്ക് പറഞ്ഞ ആളുടെ മുഖം അങ്ങ് കൂടിപ്പോയി, ബോധം കെട്ട് പോയി. അങ്ങനെ ദേഷ്യം വരും. അന്നേരം പെട്ടെന്ന് അഭിനയം ഞങ്ങളൊക്കെ പെട്ടെന്ന് ശരിയായില്ലേ ദേഷ്യം വരും. പുറത്തുള്ള ആൾക്കാരോട് അത്രയും ഇത് പറയില്ല, എന്നാലും അടുത്ത് പരിചയമുള്ളവരോടാണെങ്കിൽ പറയും. കളിയാക്കുകയുള്ളൂ കൂടുതലും. അവരെയൊക്കെ ഉണ്ടല്ലോ കൂടുതലും കളിയാക്കും. ഞങ്ങളെ നല്ല വഴക്ക് തന്നെ പറയും. ഇവിടെ സുലുവിനെ ആകുമ്പം സുലു എന്ന് പറഞ്ഞാൽ മൂത്ത മകൾ, അവളെ അടിക്കും. രംഗത്ത് എന്തെങ്കിലും തെറ്റി ഒരു ശക്തി പോരാതെയൊക്കെ വന്നാൽ അകത്തോട്ട് കയറി അപ്പം അടിക്കും. അങ്ങനെ കുട്ടൻ്റെ നേരെ എറിഞ്ഞു. ഇവിടെ വെച്ച് മൊന്ത എടുത്തിട്ട് ഇവിടെ അരമതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അരമതിലിരുന്നുണ്ട് മൊന്ത വെച്ചെറിഞ്ഞു. കുട്ടൻ്റെ സുലുവിൻ്റെ ഒക്കെ എന്നെ വഴക്ക് പറയാണ്ടിരിക്കാൻ എൻ്റെ ഒരു പണിയാണ്. ഞാൻ കരയും, ആ സുലുവും കരയും, എന്നാലും ഇവിടെ വഴക്ക് പറയും. ഞാൻ കരഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ വഴക്ക് പറയില്ലല്ലോ. ഞാൻ തന്നെ അങ്ങ് മാറും മേലാതെ വന്നാൽ. അങ്ങനെയായി ക്രോസ് ബെൽറ്റിന് പറ്റിയത്. ഞാൻ അഭിനയിക്കാൻ തുടങ്ങുന്നത് 17 വയസ്സിലാണ്. അതെന്നാ കാരണം എന്ന് വെച്ചാൽ ഇവിടെ അച്ഛൻ, അമ്മ, ചിറ്റ, എൻ്റെ അനിയൻ കുട്ടൻ, വിജയരാഘവൻ, പിന്നെ അവരെല്ലാവരും അഭിനയിക്കുന്നുണ്ട്. ഞാൻ മാത്രം അഭിനയിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ എപ്പോഴും പറഞ്ഞു നിന്നെ ഒന്നിനും കൊള്ളുകയില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു വിഷമവും സങ്കടവും വാശിയൊക്കെ കൂടെ ആയി. അപ്പോൾ പ്രലോകം എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഒരു നാടകം, എൻ്റെ ആദ്യത്തെ ഒരു രംഗം അത് അഭിനയിച്ചൊന്ന് ശകലം ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞു. അപ്പോൾ റിഹേഴ്സലായപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എൻ്റെ ഇങ്ങനെ വിറയ്ക്കുകയോ ഒക്കെ കൂടെ. അപ്പോൾ അച്ഛനെ കൂടെ ധൈര്യം തന്നു, മക്കൾ അഭിനയിക്കുക, നോക്ക് ശകലം. അപ്പോൾ ആരുമില്ലാതെ അച്ഛനും ചിറ്റയും ഒക്കെ ഉള്ളൂ വീട്ടിൽ. അങ്ങനെ ആദ്യം ഒരു ഓടി വന്ന രംഗം, ഒരു തെണ്ടിപ്പെണ്ണ ഒരാളിട്ട് ഓടി വന്ന് സ്റ്റേജ് ഒന്ന് വീണ് പുതച്ച് കിടക്കുക. അത് ചിറ്റയാണ് പുതപ്പിക്കുന്നത്. അങ്ങനെ അഭിനയിച്ച് ആദ്യം വന്ന് അത് കഴിഞ്ഞ് പിന്നെ കുറേശ്ശെ ഒരു 5-8 റിഹേഴ്സൽ അച്ഛൻ വന്ന് നന്നായിരിക്കുന്നു പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ കുറേശ്ശെ പ്രോത്സാഹനം തന്ന് എംപീരായിരിക്കുന്ന എല്ലാവരും പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ കോട്ടയത്ത് ഹോംഗാർഡ്സ് എന്ന സ്ഥലമുണ്ട്, അവിടെ അതിൻ്റെ 1ാമത്തെ രംഗം അഭിനയിച്ചു. അപ്പം ഭയങ്കര അഭിപ്രായമായിരുന്നു. എല്ലാവരും അവിടെ ആർട്ട് സൊസൈറ്റി അംഗങ്ങളൊക്കെ പറഞ്ഞു നല്ലതായിരുന്നു പറഞ്ഞു. പക്ഷേ ഈ ആ ഒരു രംഗം കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ആകപ്പാട് ഐസ് പോലെ ഇറങ്ങിയപ്പോഴേ സ്റ്റേജിൽ നിന്ന്. അതാണ് ആദ്യത്തെ അനുഭവം. നാടകാചാര്യൻ്റെ ഗൗരവം കലർന്ന ചിരി മുഴങ്ങുന്നുണ്ട് ഈ ചുറ്റുവട്ടത്തിൽ. ഒരു പിടിപ്പൂവ് അദ്ദേഹത്തോടുള്ള കഥ പറച്ചിലിൻ്റെ ഇടനിലക്കാരാണ്. എന്നും ആ പുഷ്പങ്ങൾ സ്നേഹത്തിൻ്റെ മണമിറ്റിക്കിടക്കും. ഒരിക്കലും മറയാത്ത ഒരു ഓർമ്മയ്ക്കുള്ള അഞ്ജലിയാണത്.